ഹമാസിന്റെ സൈനിക ട്രൂപ്പ് മേധാവി അബു ഉബൈദ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാതെ ഹമാസ്, ആശങ്കയോടെ ഇസ്രായേൽ. അദ്ദേഹമല്ല കൊല്ലപ്പെട്ടതെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യം പ്രസക്തമായിട്ട് നിൽക്കുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഹമാസ് സ്ഥിരീകരിക്കുന്നില്ല എന്ന റിപ്പോർട്ട് വേറെ നിൽക്കുന്നു. സാഹചര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇതൊരു നാടകം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ചില മീഡിയക്കാർ അതേക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നത്. അതിൻ്റെ കാര്യം അവർ പറയുന്നത് മധ്യ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഹമാസ് നടത്തി. 4 സൈനികർ തട്ടിക്കൊണ്ടുപോയി, ഒരു സൈനികർ കൊല്ലപ്പെട്ടു, 10ഓളം പേർക്ക് പരിക്കേറ്റു, അതിൽ 6 പേരോളം നില ഗുരുതരമാണ്. ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം വളരെ അപൂർവമായിട്ടാണ് ഇത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊരു റിപ്പോർട്ടിനകത്ത് പറയുന്നത് സൈനികർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ള റിപ്പോർട്ടാണ്. വെടിവെപ്പും മരണങ്ങളും പരിക്കേൽക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പല ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. മരണപ്പെട്ട സൈനികരുടെ മൃതദേഹം എടുത്തുകൊണ്ടുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ജീവനോടെയുള്ള സൈനികർ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് നടക്കുന്ന സംഭവമാണ്. അതിൽ വലിയ രീതിയിലെ പാളിച്ചകൾ IDF പറ്റി എന്നുള്ളതല്ല പറയുന്നത്. കാര്യം ഈ മേഖലയിൽ മുന്നേറാൻ സാധിക്കില്ലെന്ന് IDF മുൻപ് ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന അല്ലെ തെളിയുന്ന രീതിയിലുള്ള സ്ഥിതിയാണ് ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരീകരണവുമായിട്ട് ബന്ധപ്പെട്ടത് ലോകം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുകയാണ്. ഹമാസ് എന്ത് പ്രതികരിക്കും എന്നുള്ളത്. ഇദ്ദേഹം ഇതിനു മുൻപ് 3 തവണ മരണപ്പെട്ടതാണ്. അതൊക്കെ സ്ഥിരീകരിച്ചത് ഇസ്രായേലാണ്. ഇത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പോലും ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് പറയുന്ന കാര്യം ബന്ധുക്കളോടൊപ്പം താമസിച്ചിരിക്കുക, അതായത് കുടുംബത്തോടൊപ്പം താമസിച്ചിരിക്കുന്ന സമയത്ത് കൊല്ലപ്പെട്ടിരിക്കാം, അത് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയത് എന്നുള്ള പറയുന്ന രീതിക്ക് അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗത്തിൻ്റെ കാഠിന്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം, യുദ്ധം എന്ന് പറഞ്ഞാൽ തന്ത്രമാണ്. ആ തന്ത്രം പല രീതിയിലും പല രൂപത്തിലും പല സൈന്യവും പല രാജ്യങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്. ആ പ്രയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തന്ത്രം പ്രയോഗിച്ചു എന്ന് മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. 2ാം ലോക യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ഒരു തന്ത്രം പ്രയോഗിച്ചിരുന്നു. ആ പ്രയോഗം എന്ന് പറഞ്ഞാൽ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം കീഴടങ്ങാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അമേരിക്ക ജപ്പാനിൽ ആണവ സ്ഫോടനം നടത്തിയത് അല്ല. ഹിരോഷിമയിൽ നടത്തി, 2 ദിവസം കഴിഞ്ഞ ശേഷം നാഗസാക്കിയിലും നടത്തി. ആ നാഗസാക്കിയിൽ നടത്തിയതിന് ശേഷം തന്നെ അവിടുത്തെ ഭരണാധികാരി ചക്രവർത്തിയാണ് അത് നിയന്ത്രിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണാധികാരിയിൽ ഏറ്റവും പ്രമുഖനായി നിൽക്കുന്നത് ജപ്പാനിലൊക്കെ ചക്രവർത്തിയുടെ ആസ്ഥാനത്തിരിക്കുന്ന ആളാണ്. പിന്നെ പ്രധാനമന്ത്രിയും സൈനിക കമാൻഡറൊക്കെ തന്നെ താഴാണ് വരിക. നമ്മൾക്ക് പ്രതികരിക്കണം, അവരോട് യുദ്ധം ചെയ്യണം, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെയും രാജ്യത്തെയും രക്ഷിക്കണം. നാഗസാക്കിയിൽ അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയതിനോടനുബന്ധിച്ച് അവരുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. അപ്പോൾ തന്നെ സോവിയറ്റ് യൂണിയൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. 2 രീതിയാണ് സോവിയറ്റ് യൂണിയൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒന്ന്, അമേരിക്കയുടെ മേലെ സർവാധിപത്യം ഉണ്ടാവുന്ന ഒരു രാജ്യമായിട്ട് സോവിയറ്റ് യൂണിയൻ മാറണം, അതായത് റഷ്യ മാറണം എന്നവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവർ പ്രയോഗിച്ചത്, ഞങ്ങൾ ജപ്പാനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു, തൊട്ടടുത്ത ദിവസം തന്നെ ജപ്പാനെ കീഴടക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജപ്പാന് നേരെ ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറായി വരികയാണ്. അന്നത്തെ 2ാം ലോക യുദ്ധത്തിലും ആണവായുധം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങൾ USSR, റഷ്യ, സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ കൂടി പ്രതിരോധിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ജപ്പാന് സാധിക്കില്ലെന്ന് അവർക്ക് കൃത്യമായ രീതിയിൽ ബോധ്യമായി. ആ ഒരു സമയത്താണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവസ്ഫോടനം ഇട്ടുകൊണ്ട് രാജ്യത്തെ ഞെടുക്കിയിരിക്കുന്നു. ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ആണവ സ്ഫോടനം നടക്കുന്നത് എന്നുള്ളത്. 2.5 ലക്ഷത്തോളം ആളുകളാണ് മണിക്കൂറുകൾക്കകം മരിച്ചു പോയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഏകദേശം 1 ലക്ഷത്തോളം ഹിരോഷിമയിലും 1.5 ലക്ഷത്തോളം നാഗസാക്കിയിലും എന്നാണ്. ഭീകരമായിരുന്നു ആക്രമണത്തിൻ്റെ രീതിയൊക്കെ. അപ്പോൾ ഈ 2 ആക്രമണം നടത്തിയതിന് ശേഷം മുന്നേറാനുള്ള ജപ്പാൻ സൈനികരുടെ താല്പര്യങ്ങളും അതിന് സർക്കാർ നൽകുന്ന പിന്തുണയും വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടതാണ്. എന്നാൽ സോവിയറ്റ് യൂണിയൻ വെടിപൊട്ടിച്ചത്, ഞങ്ങൾ ജപ്പാനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു, ഞങ്ങൾ ആക്രമിക്കുകയാണ് എന്നുള്ളതാണ്. ഈ കാര്യം ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാലോ അവർ ആണവസ്ഫോടനം തന്നെയാണ് നടത്തുക. കാര്യം അമേരിക്ക നടത്തിയതിൻ്റെ പുറമെ മറ്റേതെങ്കിലും ഒരു വെടിവെപ്പോ അല്ലെങ്കിൽ ഒരു മിസൈൽ പായിക്കുന്നത് കൊണ്ടോ
ഒരു സർവാധിപത്യം വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ആണവായുധം പ്രയോഗിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് അമേരിക്ക ഇന്ന് ലോകത്തിലെ 1-ാം നമ്പർ ശക്തിയായ രാജ്യമായിട്ട് നിൽക്കുന്നത്, അല്ലാതെ സൈനിക ബലം കൊണ്ടോ ആയുധ ബലം കൊണ്ടോ അല്ല. അപ്പോൾ ആ മേധാവിത്വം കിട്ടാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ വളരെ തന്ത്രപരമായ രീതിയിൽ ജപ്പാൻ ആക്രമിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആണവ സ്ഫോടനം നടത്താൻ തീരുമാനിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയും നടത്തിയതിനേക്കാളും വലിയ രീതിയിലുള്ള ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ചക്രവർത്തിയും ജപ്പാൻ സർക്കാരും ഞങ്ങൾ തോൽവി സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ മേധാവിത്വം കിട്ടി, സോവിയറ്റ് യൂണിയന് മേധാവിത്വം ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടായി. യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ കാരണത്താലാണ് ജപ്പാനിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സോവിയറ്റ് യൂണിയൻ സാധിക്കാതെ വന്നപ്പോൾ അവിടെ അമേരിക്ക വീണ്ടും ഹീറോ പരിവേഷത്തിലെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ചില യുദ്ധതന്ത്രങ്ങൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ 4 സൈനികരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തുടനീളം രൂക്ഷമായിരിക്കുന്ന സമരകാര്യങ്ങൾ നടത്തുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ആ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അബു ഉബൈദ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് സ്ഥിരീകരിക്കാത്തതിൻ്റെ കാരണമോ ഏത് തരത്തിലാണ് ഇനി നീങ്ങുക ഇസ്രായേൽ എന്ന് പരീക്ഷിക്കുകയായിരിക്കും ഹമാസ് അല്ലെങ്കിൽ ഗസ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.